ഞാനിപ്പോൾ ഒരു 4 മാസം മുമ്പ് ഈ ഇടതുപക്ഷത്തിൽ നിന്ന് അകൽച്ച ഉണ്ടാകുന്നതിന് മുമ്പ് മന്ത്രി വന്ന് കുറേ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 13.5 കോടി രൂപയുടെ കെട്ടിടം, പുതിയ പുതിയ കെട്ടിടങ്ങൾ, പുതിയ വാഹനങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ തോന്നിവാസത്തിന് വാങ്ങിക്കൊടുക്കുമ്പോൾ 1 കിലോമീറ്റർ ഫെൻസിങ് ഇടാൻ 5 ലക്ഷം മതി. ഒരു പൈസ കൊടുത്തിട്ടില്ല. ഇവർ എന്നിട്ട് ഈ കേരളത്തിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കാറുകൾ നിങ്ങളൊന്ന് പോയി നോക്കൂ. ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുറ്റത്ത് കിടക്കുന്ന വാഹനങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത വില പിടിപ്പില്ല 30-40 ലക്ഷം. എന്തിനാ ഇവർക്ക് ഈ വാഹനം? കാട്ടിൽ പോകാനാണോ കാറ്? കാട്ടിൽ പോകാൻ ജീപ്പാണ് വേണ്ടത്. അപ്പോൾ ജീപ്പിലൊന്നും അവർ യാത്രയില്ല. നിലമ്പൂർ നിൽക്കുന്ന DFO ഓഫീസിൻ്റെ മതിലൊന്ന് പോയി നോക്ക് നിങ്ങൾ. ഈ ആനശല്യം കൂടിയപ്പോൾ അവിടെയൊക്കെ മതിൽ കെട്ടി ഉയർത്തി. അവർ ഭയങ്കര പ്രൊട്ടക്ഷനിൽ. അവരെന്തിനാണ് ഈ നഗരത്തിൽ വന്ന് ജീവിക്കുന്നത്? ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവർ ജീവിക്കേണ്ടത് അവരുടെ ഓഫീസും വേണ്ട ഫോറസ്റ്റിൻ്റെ അകത്താണ്. അവിടെ ഉണ്ടാവേണ്ടത്. പൊതുജനങ്ങൾ താമസിക്കുന്നിടത്ത് വന്ന് അവിടെ 5 സ്റ്റാർ കെട്ടുക. ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളൊന്ന് പരിശോധിക്കണം. പത്രക്കാരാണല്ലോ നിങ്ങൾ, അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഇവരുടെ ഈ പറയുന്ന ഫോറസ്റ്റിൻ്റെ IBകളിൽ അവരുടെ ഗസ്റ്റ് ഹൗസുകൾ രാത്രി കാലങ്ങൾ തോന്നിവാസത്തിൻ്റെ കേന്ദ്ര അറിയാം നിങ്ങൾക്ക്? തോന്നിവാസത്തിൻ്റെ അവിടെ പെണ്ണും പെടക്കോഴിയും ഈ പറയുന്ന വ്യഭിചാരവും കള്ളുകുടിയുമാണ് കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് IBകളിൽ നടക്കുന്നത്. നിങ്ങൾക്കാർക്കും അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുമോ? ഈ കാട്ടിൻ്റെ ഉള്ളിലെ സുഖവാസ കേന്ദ്രങ്ങൾ. എന്നിട്ട് ഇന്ത്യയിലെ IFSകാർ വരിക, ഇവിടെയുള്ള IFSകാർ അവർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കാൻ കുറേ ഉദ്യോഗസ്ഥന്മാർ. ഇങ്ങനെ നിൽക്കുന്ന മലീമസമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ഫോറസ്റ്റ് മാറി. അൻവർ സാറിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഫോറസ്റ്റിനുള്ളിൽ ഒരാളെ ആന ചവിട്ടി കൊന്നതിൻ്റെ പേരിൽ അദ്ദേഹം അത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് മന്ത്രിയൊക്കെ ഇടപെട്ടിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം ആ അറസ്റ്റിൽ നിന്നും അദ്ദേഹം ഒഴിവായതിന് ശേഷം ഒരുപാട് സത്യങ്ങൾ അദ്ദേഹം സമൂഹത്തോട് തന്നെ വിളിച്ചു പറയലായി. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരുപാട് എന്താ പറയുക അന്വേഷണമില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിപ്പം പറയാമെന്ന് വെച്ചാൽ ഇപ്പം മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇപ്പം 5 മാസം കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർക്ക് വീടും കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെട്ടതാണ്. അപ്പം അന്നേരം ഒരുപാട് സംഘാടകരൊക്കെ നാപ്കിനും ഫുഡൊക്കെ ആയിട്ട് അവർക്ക് എത്തിച്ചു കൊടുത്തിന്. പക്ഷേ ധനസഹായം തേച്ചും വന്നത് മന്ത്രിയുടെ കീശയിലേക്കാണ്. അപ്പോൾ ഇതുവരെ അതിനൊരു പരിഹാരം പിണറായി വിജയന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഒരുപാട് കൊള്ളകൾ ഇതുപോലെ ഫോറസ്റ്റിൽ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം സമൂഹത്തോട് തന്നെ പറയുന്നു. എല്ലാ മന്ത്രിമാരും ഇങ്ങനെയാണ്. വോട്ട് കിട്ടുവോളം പറയും നമ്മൾ അങ്ങനെ ചെയ്യും, നമ്മൾ ഇങ്ങനെ ചെയ്യും, അത് അവിടെയാക്കും, ഇത് ഇവിടെയാക്കും. പക്ഷെ വോട്ട് കിട്ടി എല്ലാവരും വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ വഴികളോ പറഞ്ഞ സാഹചര്യങ്ങളോ പറഞ്ഞ വാക്കുകളോ ഒന്നും ഓർമ്മയുണ്ടാവില്ല. എല്ലാവരും അധികാരം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും അതിന് നമ്മളെ ഒരു ഉത്തരവാദിയല്ല എന്നുള്ള മട്ടിലുള്ള നടത്തമാണ്.